യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ച 2026 ഏപ്രിൽ 19. ഈ പ്രഭാതത്തിൽ ചിലരുടെ വീട്ടിൽ കാപ്പി തിളക്കുന്ന ശബ്ദമുണ്ട്. ചിലരുടെ വീട്ടിൽ മരുന്ന് പെട്ടി തുറക്കുന്ന ശബ്ദമുണ്ട്. ചിലരുടെ ഹൃദയത്തിൽ മാത്രം ഒരു ശബ്ദവുമില്ല. ഇന്നലെ രാത്രി വരെ പലവട്ടം തുറന്നു നോക്കിയ ഫോൺ സ്ക്രീൻ വീണ്ടും വീണ്ടും ഇരുണ്ടുപോയി. അയച്ച അപേക്ഷയ്ക്ക് മറുപടിയില്ല. മാസങ്ങളായി മടക്കി തുറന്നതുകൊണ്ട് കോണുകൾ ചീർന്നുപോയ ഫയൽ മേശയുടെ ഒരു മൂലയിലുണ്ട്. വാടകയുടെ ദിവസം അടുക്കുന്നു. വീട്ടുകാർ ഒന്നും ചോദിക്കാതിരിക്കാൻ നോക്കുന്നു. ചോദിക്കാതിരിക്കുമ്പോഴും ആ മൗനം കൂടുതൽ വേദനിപ്പിക്കുന്നു. ഇന്ന് ഉയിർപ്പിൻ്റെ ഈ ദിവസങ്ങളിലെ നമ്മുടെ പ്രാർത്ഥനയാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ നിൽക്കുന്നവർക്കായി നാം ദിവസേന യേശുവിനോട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന യാത്രയിൽ ഇന്നത്തെ ഞായറാഴ്ച നഷ്ടപ്പെടാൻ പാടില്ല. കാരണം ചില വാതിലുകൾ മനുഷ്യർ തുറക്കാത്തതാണെങ്കിലും കർത്താവ് തുറക്കാൻ തീരുമാനിച്ചാൽ ആരും അടയ്ക്കാൻ കഴിയില്ല. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് ജോലി കാത്തിരിക്കുന്നവർക്കായി, അപേക്ഷ അയച്ച് കാത്തിരിക്കുന്നവർ, പല അഭിമുഖങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മറുപടിയും ലഭിക്കാത്തവർ, ദിവസവും രാവിലെ ഫോൺ ചാർജിൽ വെക്കുമ്പോൾ ഉള്ളിലൊരു പ്രതീക്ഷയും വൈകുന്നേരം ഫോൺ മാറ്റുമ്പോൾ ഉള്ളിൽ ഒരു ഭാരവും അനുഭവിക്കുന്നവർ, പഠനം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്നവർ, വിവാഹം കഴിഞ്ഞ് പുതിയ ഉത്തരവാദിത്വത്തിൽ നിൽക്കുമ്പോൾ ജോലി കിട്ടാതെ ഭാരം അനുഭവിക്കുന്നവർ, വിദേശത്തേക്കുള്ള രേഖകൾ കയ്യിൽ പിടിച്ചിട്ടും അനുമതി വൈകുന്നവർ, മരുന്ന് ചെലവ്, വീടിൻ്റെ പണി, കുട്ടികളുടെ ഫീസ്, വീട്ടുകാരുടെ പ്രതീക്ഷ, അയൽവാസിയുടെ ചോദ്യം, ബന്ധുക്കളുടെ താരതമ്യം, ഇതെല്ലാം ചേർന്ന് ഒരാളെ ഉള്ളിൽ നിന്ന് ചുരുട്ടിക്കളയുന്ന ആ നിശബ്ദ വേദന ഇന്ന് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം. ജോലിയില്ലാത്തതിൻ്റെ വേദന വെറും പണമില്ലാത്തതിൻ്റെ വേദന മാത്രമല്ല. അത് പലപ്പോഴും മാനമില്ലാത്തതുപോലെ തോന്നിക്കുന്ന വേദനയാണ്. ഞാൻ മതിയാകുന്ന ആളല്ലേ എന്ന് ചോദിപ്പിക്കുന്ന വേദനയാണ്. മറ്റുള്ളവർ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നു എന്ന ചോദ്യമായി മാറുന്ന വേദനയാണ്. ചിലർക്ക് വീട്ടിൽ ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ സ്വന്തം മനസ്സാണ് ഓരോ ദിവസവും കുറ്റം പറയുന്നത്. ചിലർക്ക് പുറത്തേക്ക് പോകാൻ പോലും മനസ്സില്ല. പരിചയക്കാരെ കാണാതിരിക്കാൻ വഴിമാറി നടക്കുന്നു. ചിലർ ചർച്ചിലേക്ക് പോലും പോകുമ്പോൾ ഉള്ളിൽ ഒരു ഭാരമാണ്. എത്ര ദിവസം കൂടി കാത്തിരിക്കണം കർത്താവേ? പ്രിയമുള്ളവരെ, ഇന്ന് ഉയിർത്തെഴുന്നേറ്റ യേശു നിങ്ങളുടെ ആ വേദനയെ ചെറുതായി കാണുന്നില്ല. നിങ്ങളുടെ അപേക്ഷ അയച്ച ദിവസം അവൻ കണ്ടു. ആരോടും പറയാതെ കരഞ്ഞ രാത്രിയും അവൻ കണ്ടു. മുറിയുടെ ഫാനിൻ്റെ ശബ്ദത്തിനിടയിൽ കണ്ണടച്ച് കിടന്നിട്ടും ഉറങ്ങാനാകാതെ കിടന്ന സമയവും അവൻ അറിഞ്ഞു. എല്ലാവരും ഉറങ്ങിയ ശേഷം വീണ്ടും ഫോൺ എടുത്ത് സന്ദേശമുണ്ടോ എന്ന് നോക്കിയ ആ നിമിഷവും അവൻ കണ്ടു. ഇനി എന്തു ചെയ്യും എന്ന് നെഞ്ചിനുള്ളിൽ പറഞ്ഞത് അവൻ്റെ ചെവിയിൽ പോയി. ഇന്ന് ദൈവവചനം നമ്മുടെ മുന്നിൽ വളരെ സ്നേഹത്തോടെ തുറക്കുന്നു. വെളിപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ആരും അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ഈ വചനത്തിൽ എന്നെ ഏറ്റവും തൊടുന്നതാണ്. കർത്താവ് ആദ്യം നമ്മുടെ ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അവൻ തൻ്റെ വാതിലിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിനക്ക് ശക്തി കുറവായിരിക്കാം, ആത്മവിശ്വാസം തകർന്നിരിക്കാം, പണം കുറവായിരിക്കാം, പരിചയക്കാർ കുറവായിരിക്കാം. പക്ഷേ വാതിൽ തുറക്കുന്നത് നിന്റെ ശക്തി കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. ഉയിർപ്പിൻ്റെ ഈ കാലത്ത് നാം മറക്കരുതാത്ത ഒരു സത്യമുണ്ട്. കല്ലറയുടെ കല്ലുള്ളിൽ കിടന്നിരുന്ന യേശുവാണ് ഉരുട്ടിയതല്ല. പിതാവിൻ്റെ ശക്തിയാണ് അത് മാറ്റിയത്. അതുപോലെ നിന്റെ മുമ്പിലെ ഭാരമുള്ള കല്ലുപോലുള്ള തടസ്സങ്ങളും നിന്റെ കരങ്ങൾ കൊണ്ട് ഒറ്റയ്ക്ക് മാറ്റണമെന്നില്ല.
ദൈവം തക്ക സമയത്ത് അതിനെ മാറ്റും. ചില വാതിലുകൾ നാം തള്ളിത്തുറക്കാൻ ശ്രമിച്ച് ക്ഷീണിക്കുന്നു. ചില വാതിലുകൾക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ ഇന്ന് കർത്താവ് പറയുന്നു, കുഞ്ഞെ തുറക്കേണ്ട സമയത്ത് ഞാൻ തന്നെ ഉണ്ടാകും. ചില രാത്രികളിൽ നമുക്ക് വേണ്ടത് വലിയ ശമ്പളമല്ല, നീ മറക്കപ്പെട്ടിട്ടില്ല എന്ന ദൈവത്തിൻ്റെ ഒരു അടയാളം മാത്രം. അങ്ങനെ തന്നെ ഒരു സഹോദരൻ്റെ സാക്ഷ്യം ഞാൻ ഓർക്കുന്നു. മാസങ്ങളോളം ജോലി കിട്ടാതെ വീട്ടിലായിരുന്നു. അവൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഒരു മങ്ങിയ നീല ഫയലിൽ വച്ചിരുന്നു. ആ ഫയലിൻ്റെ കോണുകൾ മൃദുവായി വെട്ടിപ്പോയിരുന്നു. എത്ര വട്ടം തുറന്നു നോക്കിയെന്ന് അതുകൊണ്ട് തന്നെ മനസ്സിലാകും. ഒരു ദിവസം അപേക്ഷ അയക്കാൻ പോകുമ്പോൾ സൈബർ കഫേയിലെ കസേരയിലിരുന്നു കുറച്ചുനേരം മൗനമായി നിന്നു. ഇതും വെറുതെയാകുമോ ഭയത്തോടെ അയക്കാൻ പോലും മടി തോന്നി. വീട്ടിലെത്തി മിണ്ടാതെയിരുന്നു. അടുക്കളയിൽ മിക്സി ഓടുന്ന ശബ്ദം കേട്ടു. അമ്മ ചായ വെച്ചു, പക്ഷെ ഒന്നും ചോദിച്ചില്ല. ആ മിണ്ടാതിരിപ്പ് അവനെ കൂടുതൽ തകർത്തു. അവൻ അന്ന് രാത്രി കരഞ്ഞുകൊണ്ട് യേശുവിനോട് പറഞ്ഞു, എനിക്കൊരു വലിയ അത്ഭുതം വേണ്ട, ഒരു വാതിൽ മാത്രം തുറന്നാൽ മതി. അടുത്ത ദിവസം ഒന്നും സംഭവിച്ചില്ല. ഒരാഴ്ചയും ഒന്നും സംഭവിച്ചില്ല. എന്നാൽ 2 ആഴ്ചയ്ക്ക് ശേഷം വളരെ സാധാരണമായ ഒരു ഫോൺ കോൾ വന്നു. വലിയ കമ്പനിയല്ല, വലിയ ശമ്പളവുമല്ല, പക്ഷേ അവൻ പോയി. ചെറിയ മേശ, പഴയ കമ്പ്യൂട്ടർ, അധികം അലങ്കാരമില്ലാത്ത ഓഫീസ്. എങ്കിലും ആ ചെറിയ വാതിലാണ് അവൻ്റെ മനസ്സിൽ വലിയ പ്രകാശം തുറന്നത്. ആദ്യ മാസം കിട്ടിയ ശമ്പളം കൊണ്ട് അവൻ ആദ്യം ചെയ്തത് വീട്ടുവാടകയുടെ ഒരു ഭാഗം കൊടുക്കുക ആയിരുന്നു. രണ്ടാമതായി അമ്മയുടെ മരുന്ന് വാങ്ങി. അതിനുശേഷം പറഞ്ഞ ഒരു വാക്കിന്നും എൻ്റെ മനസ്സിലുണ്ട്. അച്ഛ, ആദ്യം ദൈവം എൻ്റെ ബാങ്ക് അക്കൗണ്ട് നിറച്ചില്ല, ആദ്യം എൻ്റെ ലജ്ജയാണ് സുഖപ്പെടുത്തിയത്. അതാണ് സത്യം. ദൈവം ചിലപ്പോൾ അനുഗ്രഹം നൽകുന്നതിന് മുമ്പ് മുറിവിൽ കൈവയ്ക്കുന്നു. നിങ്ങളിൽ ചിലർക്കും ഇന്ന് അതുതന്നെ വേണം. ജോലി മാത്രമല്ല, നിരസിക്കപ്പെട്ട ആത്മാവിന് ആശ്വാസം വേണം. മറ്റുള്ളവർക്ക് മുന്നിൽ തലകുനി നിൽക്കുന്ന മനസ്സിന് ദൈവത്തിൻ്റെ സ്പർശം വേണം. ഞാൻ പിന്നിലായി എന്ന കള്ളവാക്കിൽ നിന്നും വിടുതൽ വേണം. ഇന്നത്തെ ഞായറാഴ്ച യേശു അത് ചെയ്യാൻ കഴിയും. ഉയിർത്തെഴുന്നേറ്റവന് അടഞ്ഞ ഹൃദയവും തുറക്കാം, അടഞ്ഞ വാതിലും തുറക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചെറിയ വിശ്വാസ പ്രവൃത്തി ക്ഷണിക്കട്ടെ. നിങ്ങളുടെ അടുത്ത് ഫയലുണ്ടെങ്കിൽ അത് കയ്യിലെടുക്കൂ. അപേക്ഷയുടെ പകർപ്പുണ്ടെങ്കിൽ അത് പിടിക്കൂ. പാസ്പോർട്ട്, രേഖ, ഹാൾ ടിക്കറ്റ്, സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കാത്തിരിപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിലെടുക്കൂ. മറ്റേ കൈ നെഞ്ചിമേൽ വെക്കൂ. ഒന്നുമില്ലെങ്കിൽ കൈകൾ ചേർത്ത് പിടിക്കൂ. കാരണം ഇന്ന് നാം യേശുവിനോട് വെറും വാക്കുകൾ പറയുന്നില്ല, നമ്മുടെ കാത്തിരിപ്പിനെ തന്നെ അവൻ്റെ കയ്യിൽ വെക്കുകയാണ്. ഇപ്പോൾ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഉയിർത്തെഴുന്നേറ്റ ജീവനുള്ള ദൈവമേ, ഇന്ന് ഞായറാഴ്ചയുടെ ഈ അനുഗ്രഹീത പ്രഭാതത്തിൽ ജോലി കാത്തിരിക്കുന്ന നിന്റെ മക്കളെ ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. പലവട്ടം അപേക്ഷ അയച്ചിട്ട് മറുപടി ലഭിക്കാത്തവരെ ഓർക്കണമേ. അഭിമുഖം കഴിഞ്ഞിട്ടും മൗനമായി കാത്തിരിക്കുന്നവരെ താങ്ങണമേ. വീട്ടിൽ ചോദിക്കപ്പെടാത്ത ചോദ്യങ്ങളുടെ ഭാരത്തിൽ തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. വാടക അടക്കാൻ വഴി കാണാതെ നിൽക്കുന്ന പിതാക്കളെ ഓർക്കണമേ. പഠനം കഴിഞ്ഞിട്ടും ഒരു വഴി തുറക്കാതെ കണ്ണീരോടെ നിൽക്കുന്ന യുവാക്കളെ ഓർക്കണമേ. ജീവിതം തുടങ്ങണമെങ്കിലും ജോലിയില്ലാത്തതിനാൽ ഭയപ്പെടുന്ന മക്കളെ ഓർക്കണമേ. വിദേശത്തേക്കുള്ള രേഖകൾ കാത്തു നിൽക്കുന്നവർക്ക് സമാധാനം നൽകണമേ. വീട്ടുവാടക നൽകാൻ ബുദ്ധിമുട്ടുന്നവരെ മടക്കി പിടിക്കണമേ. യേശുവെ, ചിലരുടെ ആത്മാവ് ഇന്ന് വളരെ ക്ഷീണിച്ചിരിക്കുന്നു. അവർ പുറത്തു ചിരിക്കാം, എന്നാൽ ഉള്ളിൽ തകർന്നിരിക്കുന്നു. അവരുടെ ആത്മാഭിമാനത്തെ സ്പർശിക്കണമേ. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു എന്ന് നീ പറഞ്ഞ വചനം ഇന്ന് ജീവിച്ച വചനമായി അവരുടെ ജീവിതത്തിലിറങ്ങട്ടെ. മനുഷ്യർ അടച്ച വാതിലുകളെക്കാൾ വലിയത്
നിന്റെ കൃപയാണെന്ന് അവർ അനുഭവിക്കട്ടെ. നിരസിക്കപ്പെട്ട അപേക്ഷകളെക്കാൾ വലിയത് നിന്റെ പദ്ധതിയാണെന്ന് അവർ വിശ്വസിക്കട്ടെ. വൈകിയ സമയത്തേക്കാൾ വലിയത് നിന്റെ സമയമെന്ന് അവർ ഗ്രഹിക്കട്ടെ. കർത്താവെ, തെറ്റായ ബന്ധങ്ങൾ കൊണ്ട് സമയം നഷ്ടപ്പെട്ടവരുണ്ട്. നിരാശ കൊണ്ട് ശ്രമം നിർത്തിയവരുണ്ട്. 2 വാക്ക് കേട്ടതിൽ മനസ്സ് അടഞ്ഞുപോയവരുണ്ട്. ഇനി ഞാൻ ഒന്നും കഴിയില്ല എന്ന് ഉള്ളിൽ തീരുമാനിച്ചവരുണ്ട്. ആ കള്ളവിധിയെ നീ ഇന്ന് തകർക്കണമേ. ശത്രു അവരുടെ ചെവിയിൽ പറഞ്ഞ എല്ലാ നിശബ്ദ കള്ളങ്ങളും നിന്റെ നാമത്തിൽ മാഞ്ഞു പോകട്ടെ. നീ മതിയല്ല എന്ന ശബ്ദത്തിന് പകരം നീ എൻ്റെ മകനാണ്, എൻ്റെ മകളാണ് എന്ന സ്വർഗത്തിൻ്റെ ശബ്ദം അവർ കേൾക്കട്ടെ. കർത്താവെ, ശരിയായ വാതിലിലേക്ക് നയിക്കണമേ. തെറ്റായ അവസരങ്ങളിൽ നിന്ന് കാക്കണമേ. പാപത്തിലേക്കും അപമാനത്തിലേക്കും വലിച്ചിഴക്കുന്ന ചുരുങ്ങിയ വഴികളിൽ നിന്ന് രക്ഷിക്കണമേ. നീ തരുന്ന വാതിൽ സമാധാനത്തോടെയും മാനത്തോടെയും സ്ഥിരതയോടെയും വരട്ടെ. ചെറിയ തുടക്കമായാലും നിന്റെ കയ്യൊപ്പ് അതിലുണ്ടാകട്ടെ. വലിയ അത്ഭുതം വരുന്നതിന് മുമ്പ് ഉള്ളിലെ ഭയം സുഖപ്പെടട്ടെ. വിളി വരുന്നതിന് മുമ്പ് വിശ്വാസം തിരിച്ചു വരട്ടെ. ജോലി കിട്ടുന്നതിന് മുമ്പ് തല ഉയർത്തി നിൽക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ. യേശുവെ, ഇന്ന് രേഖ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ മക്കളുടെ കൈകൾ നീ അനുഗ്രഹിക്കണമേ. ഈ ഫയലിൽ കണ്ണീർ വീണിട്ടുണ്ടെങ്കിൽ അത് നീ കണ്ടിരിക്കുന്നു. ഈ പാസ്പോർട്ട് പ്രതീക്ഷയും ഭയവും ഒരുമിച്ച് ചുമക്കുന്നതായിരുന്നാൽ നീ അറിഞ്ഞിരിക്കുന്നു. ഈ സർട്ടിഫിക്കറ്റ് പലരുടെയും പ്രാർത്ഥനയുടെ ഫലമായിരുന്നാൽ നീ ഓർക്കുന്നു. ഇന്ന് ഇതെല്ലാം നിന്റെ തിരുസന്നിധിയിൽ വെക്കുന്നു. അടഞ്ഞ വാതിലുകൾക്ക് മുൻപിൽ നിന്റെ കൃപയുടെ കൈ നീളട്ടെ. താമസിച്ചിരിക്കുന്ന മറുപടി ശരിയായ സമയത്തെത്തട്ടെ. നീക്കിവെച്ചിരിക്കുന്ന അനുഗ്രഹം പാഴാകാതെ തുറന്നു വരട്ടെ. മാതാവേ, മിണ്ടാതെ വേദനിക്കുന്ന മക്കളുടെ കൂടെ നിന്നതുപോലെ ഇവരോടും കൂടെ നിൽക്കണമേ. പ്രതീക്ഷ കൈവിടാതെ, വിശ്വാസം പൊളിയാതെ. തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോകരുതെന്നും നിന്റെ മൃദുസാന്നിധ്യത്തിൽ ഇവരെ മൂടണമേ. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ആഴത്തിൽ ശ്വസിക്കൂ. നിങ്ങളുടെ കയ്യിലുള്ള രേഖയോ നിങ്ങളുടെ നെഞ്ചിനെയോ ഒന്ന് സാവധാനം തൊടൂ. ഹൃദയത്തിൽ നിന്ന് പതുക്കെ പറയൂ, യേശുവെ, എൻ്റെ മുമ്പിൽ നീ തുറക്കുന്ന വാതിൽ ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും പറയൂ, യേശുവെ, എൻ്റെ മുമ്പിൽ നീ തുറക്കുന്ന വാതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി പറയൂ, യേശുവെ, എൻ്റെ മുമ്പിൽ നീ തുറക്കുന്ന വാതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വിശ്വാസ പ്രതികരണം വളരെ ലളിതമാണ്. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആ രേഖയിലോ ഫയലിലോ കൈവച്ച് ഈ വചനം ഒരിക്കൽ കൂടി ചൊല്ലൂ. ഞാൻ നിന്റെ മുമ്പിൽ ആരും അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ തുറന്നിരിക്കുന്നു. പിന്നെ ഒരു ചെറിയ ആമേൻ എഴുതൂ, അത്രമാത്രം. അതൊരു പ്രകടനമല്ല, അത് ദൈവത്തിന് കൊടുക്കുന്ന നിന്റെ ചെറിയ സമ്മതമാണ്. കമന്റ് ഭാഗത്തിൽ നിങ്ങളുടെ പേര് എഴുതൂ. കൂടെ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത് എന്നും എഴുതൂ. ജോലി, വിസ, വീട്ടിൻ്റെ പൂർത്തീകരണം, രോഗശാന്തി, സമാധാനം, പരീക്ഷ, വിവാഹം എന്തുമാകട്ടെ, ആമേൻ എന്നും എഴുതൂ. ഈ ഇടം വെറും കമന്റ് ഭാഗമല്ല. ഒരാളുടെ കണ്ണീർ മറ്റൊരാളുടെ പ്രാർത്ഥനയാകുന്ന ചെറിയ പ്രാർത്ഥനാമുറിയാണ്. ഇന്നത്തെ ഈ വചനവും പ്രാർത്ഥനയും നിങ്ങൾക്ക് ആശ്വാസമായെങ്കിൽ അതിനെ നിങ്ങളിൽ മാത്രം പൂട്ടിക്കാക്കരുത്. നിങ്ങളുടെ ഫോൺ ഇന്നൊരു ചെറുപീഠമായി മാറട്ടെ. ഒരു സന്ദേശം മറ്റൊരാളുടെ രാത്രി കണ്ണീർക്കുള്ള മറുപടി അയക്കാം. വാട്സാപ്പിലോ സ്റ്റാറ്റസിലോ ഈ പ്രാർത്ഥന പങ്കുവയ്ക്കൂ. ചിലപ്പോൾ നാം അയക്കുന്ന ഒരു ആത്മീയ സന്ദേശം തന്നെ ആരോ അവസാനമായി പ്രതീക്ഷ പിടിച്ചു നിൽക്കുന്ന കയറായി മാറും. ഇന്ന് മുഴുവൻ നിങ്ങളൊരു കാര്യം മറക്കരുത്. മറുപടി വന്നിട്ടില്ല എന്നതുകൊണ്ട് മാത്രം സ്വർഗം മൗനമായിട്ടില്ല. താമസമുണ്ടെന്നതുകൊണ്ട് മാത്രം നിഷേധം വന്നിട്ടില്ല. കാത്തിരിപ്പുണ്ടെന്നതുകൊണ്ട് മാത്രം ദൈവം നിങ്ങളെ മറന്നിട്ടില്ല. ഉയിർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സമയത്തിൽ വാതിൽ തുറക്കുമ്പോൾ ഇന്നത്തെ കണ്ണീർ നാളെയുടെ സാക്ഷ്യമായി മാറും. നിന്റെ കാത്തിരിപ്പിന് ദൈവം അർത്ഥം തരട്ടെ. നിന്റെ മുന്നിലെ അടഞ്ഞ വാതിലുകളിൽ ഉയിർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൻ്റെ കൈ പതിയട്ടെ.
കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ പുലർച്ചെ കൃത്യം 5:30 മുടങ്ങാതെ വീണ്ടും കാണാം.